Susan Koshi, Vice Chairman of SMC, Mr. K.M. Matthews, sir, below teachers, non-teaching staff, and all my dear friends, a warm good morning to all. It's a great pleasure and pride to be a part of this gracious movement, the celebration of Gandhi Jayanti. A great philosopher once said, the function of prayer is not to influence God, but rather to change the nature of one who prays. Let me invite the school choir for the prayer. Raghupati Raghava Raja Ram Patita Pavan Sita Ram Raghupati Raghava Raja Ram Patita Pavan Sita Ram Sita Raghupati Raghava Raja Ram Patita Pavan Sita Ram Ishwar Allah Tere naam sabko sanmati de Bhagwan Ishwar Allah Tere naam sabko sanmati de Bhagwan Raghupati Raghava Raja Ram Patita Pavan Sita Ram Jaya Raghunandan Jaya Siya Ram Janaki Vallabh Sita Ram Jaya Raghunandan Jaya Siya Ram Janaki Vallabh Sita Ram Raghupati Raghava Raja Ram Patita Pavan Sita Ram Patita Pavan Sita Ram Patita Pavan Sita Ram. Now, let me invite our most beloved and respected principal, Madam Susan Koshi, to pay homage to the father of our nation by garlanding the statue of Mahatma Gandhi, followed by the inaugural address. Madam, please.
സ്കൂൾ മാനേജർ ഫാദർ ബോസ് മാത്യു, വൈസ് ചെയർമാൻ കെ മാത്യു സർ, പ്രിയപ്പെട്ട അധ്യാപകരെ, വന്നു ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഗാന്ധി ജയന്തി ആശംസകൾ. സ്വന്തം ജീവിതം സന്ദേശമാക്കുകയും ആ സന്ദേശത്തെ ജീവിതത്തിൽ ഉടനീളം പകർത്തുകയും ചെയ്ത ആ മഹത് വ്യക്തി, സത്യം എൻ്റെ ഈശ്വരനാണെന്നും ആ ഈശ്വരനെ സ്വായത്തമാക്കുവാൻ ഞാൻ ഉപയോഗിക്കുന്ന ആയുധം അഹിംസയാണെന്നും നമ്മെ പകർന്നു പഠിപ്പിച്ച മഹത് വ്യക്തിയുടെ ജന്മദിനത്തിൽ നാം ഇവിടെ കൂടിയിരിക്കുന്നു. എന്ത് കാര്യവും ലളിതമായും ലാളിത്യത്തോടും എളിമയോടും കൂടി നടത്തണമെന്ന് നമ്മളോട് ആഹ്വാനം ചെയ്ത ആ നമ്മുടെ രാഷ്ട്ര നേതാവിൻ്റെ ഓർമ്മയുടെ മുമ്പിലാണ് നമ്മൾ ഈ ലളിതമായ ചടങ്ങ് ഈ സെൻറ് ജോൺസ് അങ്കണത്തിൽ കൂടി ആഘോഷിക്കുവാൻ കൂടിയിരിക്കുന്നു. ഈ പാൻഡമിക് കാലത്തും മറക്കാതെ തന്നെ എല്ലാ മനസ്സിലും ഈ ദിവസം ഈ മഹാത്മാവിനെ ഓർക്കുന്നതായിരിക്കും. ഒരു നേതാവ് എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ആദ്യം ഓടിയെത്തുന്ന ആൾരൂപം ഗാന്ധിജിയുടേതാണ്. മുട്ടോളം എത്തുന്ന മുണ്ടും പല്ലില്ലാത്ത ഓണകാട്ടിയുള്ള ചിരിയും വടി കുത്തിപ്പിടിച്ച് വടിയൂന്നി നടന്നു നീങ്ങുന്ന ആ രൂപം ഗാന്ധിജി. ഈ മൂന്ന് വാക്കുകൾ, ഈ മൂന്ന് അക്ഷരത്തിലാണ് ഇന്ത്യയുടെ ആത്മാവ്. നമുക്ക് അദ്ദേഹം ബാപ്പുജി, മഹാത്മാജി, രാഷ്ട്രപിതാവ് എല്ലാമായിരുന്നു. അദ്ദേഹം ലോകത്തിന് നൽകിയ ഗാന്ധിയൻ ഫിലോസഫിയുടെ മൂലക്കല്ലിൽ ഒന്നായിരുന്ന അഹിംസ ലോക ജനത തിരിച്ചറിഞ്ഞതിൻ്റെ ഉദാഹരണമാണ് ഐക്യരാഷ്ട്ര സംഘടന 2007 മുതൽ ഈ ദിവസം ഒക്ടോബർ 2 മുതൽ ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് എന്ന രീതിയിൽ ആഘോഷിക്കുന്നത്. വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരമില്ലെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ഏത് പ്രതിസന്ധിയിലും തൻ്റെ ആശയങ്ങളോടും തൻ്റെ ദിനചര്യകളോടും ഒന്നും അണവിടാതെ ജീവിതത്തിൽ പാലിച്ചിരുന്ന ഗാന്ധിജി. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സ്വന്തം പരിമിതികളെ കുറിച്ച് വ്യക്തമായ തിരിച്ചറിവ്. ഒരിക്കൽ വിദേശികനായ ലൂയി ഫിഷർ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ആഖ്യാനം ചെയ്യുവാൻ അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഗാന്ധിജി, ഐ തിങ്ക് യു ആർ എ പെർഫെക്റ്റ് മാൻ. ഗാന്ധിജി അദ്ദേഹം കൊടുത്ത സരസമായ മറുപടി ഇതാണ്, നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ എന്നിൽ 100 കണക്ക് പരിമിതികൾ കാണും. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അത് കണ്ടെത്തുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇങ്ങനെയുള്ള ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു നമ്മുടെ നേതാവ്. ഈ വന്ന കാലത്ത് ഈ പുത്തൻ തലമുറയ്ക്ക് അലസത, സുഖലോലുപത ഇങ്ങനെയുള്ള ഒരു താല്പര്യങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ യുവ തലമുറയ്ക്ക് ഉള്ള മറുപടി, അവരോടുള്ള ഗാന്ധിയുടെ ആഹ്വാനം കാലങ്ങൾക്ക് മുമ്പേ ഗാന്ധിജി പറഞ്ഞു തന്നിരുന്നു. അതായത് ശരീരാധ്വാനം കൂടാതെ ആർക്കും ആഹാരം കഴിക്കുവാൻ അവകാശമില്ല എന്നത്. സ്വന്തം അന്നത്തിന് വേണ്ടി മാത്രമല്ല, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന് ഭക്ഷണം നൽകുവാനുമായി നമ്മുടെ അധ്വാനം സമൂഹ നന്മയ്ക്ക് വേണ്ടി ചെലവിടണം എന്ന് പറഞ്ഞ മഹത് വ്യക്തി. ശുചിത്വം, പ്രകൃതിയുടെ വരദാനങ്ങൾ, നമ്മുടെ ശരീരവും മനസ്സും വാക്കുമെല്ലാം ശുദ്ധമായിരിക്കണം എന്ന കാര്യവും എല്ലാം നമ്മളെ കൂടെ ഓർമ്മിപ്പിക്കുന്ന മഹാത്മാവ്. ഇന്നലെ വൈകുന്നേരം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഡോക്ടർ ജേക്കബ് പുളിക്കൻ നമ്മോട് അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേക തലങ്ങളെ പറ്റി സംസാരിച്ചു. കാലങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം മാനേജ്മെന്റ് വൈദഗ്ധ്യം നമ്മളെ കാണിച്ചു തന്നു. ഇക്കോളജി, എൻവയോൺമെന്റ്, ഈ വാക്കുകളൊക്കെ അറിയാൻ വയ്യാതിരുന്ന കാലത്ത് പോലും ഈ മേഖലയിലൊക്കെ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നിരുന്നു ഇദ്ദേഹം. അതുപോലെ മോഡേൺ ജേർണലിസം, എല്ലാ ചികിത്സാ രീതിയും ഒരുമിച്ചുള്ള മോഡേൺ ചികിത്സാ രീതി, ഈ കാര്യങ്ങൾ എല്ലാം അദ്ദേഹം നമ്മൾക്ക് പറഞ്ഞു തന്നു. ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾക്ക് മുന്നോട്ട് പോകാം. ഈ ശ്രേഷ്ഠ പിതാവിൻ്റെ പൈതൃകം നാം കാത്തു സൂക്ഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അദ്ദേഹം സ്വപ്നം കണ്ട മൈത്രിയും സമത്വസുന്ദരവും വികസന കാഴ്ചപ്പാടും നിറഞ്ഞ ഒരു ഇന്ത്യയാണ് നാം ഓരോരും സൃഷ്ടിക്കേണ്ടത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഗാന്ധി ബിംബത്തിന് ഒരു മാറ്റവും സംഭവിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്കും ഒരു മാറ്റവും ഉണ്ടാകാറില്ല. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? അദ്ദേഹം ഏറ്റവും അധികം സ്ട്രെസ് ചെയ്ത് ഊന്നി പറഞ്ഞ ഒരു കാര്യമാണ് സ്ത്രീകളെ ബഹുമാനിക്കുക എന്നത്.
സ്ത്രീകളെ ബഹുമാനിക്കുക എന്ന് നമ്മളെ പഠിപ്പിക്കുക മാത്രമല്ല സ്വന്തം ജീവിത മാതൃകയിലൂടെ അത് കാട്ടിത്തരികയും ചെയ്ത മഹത് വ്യക്തി. അങ്ങനെയുള്ള നാട്ടിലാണ് ദൈനംദിന സ്ത്രീത്വം അവഹേളിക്കപ്പെടുന്നതും അപമാനിക്കപ്പെടുന്നതും നമ്മൾ വാർത്തകളിലൂടെ വായിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖ്യ സന്ദേശങ്ങളായ സമത്വവും സാഹോദര്യവും അഹിംസ ഇവയെല്ലാം ഇന്ന് എവിടെ പോയി ചിന്തിക്കേണ്ട കാര്യമാണ്. ക്ലാസ് മുറികളിൽ നമ്മൾ കുട്ടികളോടൊത്ത് സമയം ചെലവഴിക്കുമ്പോൾ മോറൽ വാല്യൂസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭാരതത്തിൻ്റെ ശ്രേഷ്ഠമായ സംസ്കാരം അവർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏത് വിഷയം ചെയ്താലും കൾച്ചർ റിലേറ്റഡ് ആണ് നമ്മുടെ ക്ലാസ് റൂംസ്. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ നമ്മൾക്ക് ഊന്നി പറഞ്ഞു കൊടുക്കാം. മതത്തിൻ്റെ പേരിൽ അസ്വസ്ഥമാകുന്ന അവരോടുള്ള വാക്കാണ് ബ്രിട്ടീഷ് തന്ത്രമായിരുന്നല്ലോ നമുക്കറിയാം ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നത്. എന്നാൽ അതിൻ്റെ മുൻപിൽ അല്പം പോലും അലിവില്ലാതെ ഒരു അണുവിട വ്യതിചരിക്കാതെ ഒറ്റ ഇന്ത്യ ഒരൊറ്റ ജനത നാം എല്ലാം ഇന്ത്യക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉറക്കെ സംസാരിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ എന്ന രാഷ്ട്രപിതാവിന് ഇന്ന് പല സംഭവങ്ങളുടെയും മുമ്പിൽ തലകുനിക്കേണ്ടിയിരിക്കുന്നു. വിഭാഗീയ ചിന്ത നമുക്കിടയിൽ എത്രയേറെ വളർന്നിരിക്കുന്നു എന്ന് നമുക്ക് ചുറ്റുപാടും ഒന്ന് നോക്കിയാൽ തന്നെ കാണാം. അഹിംസ പടവളാക്കിയ മഹാന്റെ ദേശത്താണ് മറ്റുള്ളവന്റെ ജീവനെ തൃണവൽക്കരിക്കുന്ന കാഴ്ച നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹപാഠിയുടെ ഇന്നത്തെ വാർത്തയാണ് സഹപാഠിയുടെ കണ്ണു തുറക്കുക, കൂടെ കൂട്ടുകാരിയുടെ നേരെ വെടിയുണ്ട ഉതിർക്കുക, കലാപമായ കലാലയ കഠാര രാഷ്ട്രീയങ്ങൾ, ഇവയൊക്കെ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് കുറ്റകൃത്യവും നടത്തുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധികൾ നമുക്ക് ചുറ്റും കാണാം. അത് തന്നെയാണ് മോൻസൺ മാവുങ്കലിന്റെ കഥകളൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹനശക്തിയുടെ ബലം ഒന്നുകൊണ്ട് മാത്രമാണ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ തോൽപ്പിച്ച മഹാത്മാവ് ആണ് അദ്ദേഹത്തിന്റെ ആത്മാവ്. ഇത് കാണുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാം തീർച്ചയായും വേദനിക്കുന്നു എന്നത്. നാം ചവിട്ടുന്ന അദ്ദേഹത്തിന് നമ്മളോട് കുട്ടികളോടുള്ള ആഹ്വാനം ഞാൻ പറഞ്ഞിരുന്നു, ഏറ്റവും ഹമ്പിളായിരിക്കണം, ലളിതമായിരിക്കണം, ട്രൂത്ത്ഫുള്ളായിരിക്കണം. നാം ചവിട്ടുന്ന മണ്ണിനേക്കാളും നമ്മൾ വിനയാന്വിതരാകണം എന്ന് ആഹ്വാനം ചെയ്ത ഗാന്ധിജി. എന്നാൽ ഇന്ന് ഞാനെന്ന ഭാവവും തലക്കനവും എല്ലാം കാണിച്ച് മുതിർന്നവരെ ബഹുമാനിക്കാതെ ആകെ അവർ തലകുനിക്കുന്നത് മൊബൈൽ ഫോണിന്റെ മുമ്പിലും കമ്പ്യൂട്ടർ ലാപ്ടോപ്പിന്റെ മുമ്പിലും മാത്രമാണ്. ഇതാണോ നമ്മുടെ ഈ മഹാത്മാവ് സ്വപ്നം കണ്ട ഇന്ത്യ? എല്ലാവർക്കും ചിന്തിക്കേണ്ടതുണ്ട്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടും വ്യക്തി ശുചിത്വം പാലിച്ചുകൊണ്ടും വിദ്യാലയവും പരിസരവും എല്ലാം ശുചിയായി സൂക്ഷിച്ചുകൊണ്ടും ധൂർത്തില്ലാതെ ലളിത ജീവിതം നയിച്ചുകൊണ്ടും അഹിംസ കൊണ്ട് നേരിട്ടും കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ചും ഈ ഗാന്ധി മാർഗം നമുക്ക് സ്വീകരിക്കണം. അദ്ദേഹം ഈശ്വരനാക്കിയത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സത്യം, ഈ സത്യസന്ധത ജീവിത ശൈലിയാക്കിയ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഈ സെന്റ് ജോൺസിൽ നിന്ന് നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട്. എൻ്റെ അധ്യാപക സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നാടിൻ്റെ വികസന പ്രക്രിയയിൽ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഈ സെന്റ് ജോൺസ് ക്യാമ്പസിൽ നിന്ന് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കണം. ഗാന്ധി ദർശൻ ക്ലബ് ഇന്നലെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞതുപോലെ വിവിധ പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ ഈ വർഷം തുടർന്നുള്ള വർഷങ്ങളിൽ കാഴ്ചവെച്ചാൽ തീർച്ചയായും ഐൻസ്റ്റീൻ സംശയിച്ചതുപോലെ മജ്ജയും മാംസവും ഉണ്ടായിരുന്ന അങ്ങനെയുള്ള ഒരു മനുഷ്യനാണോ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് എന്ന ചോദ്യത്തിന് നമ്മുടെ കുട്ടികൾക്ക് ഏകസ്വരത്തിൽ അതെ എന്ന് പറയുവാനാകും. അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ മുൻപിൽ വിഭാവനം ചെയ്ത് വാർത്തെടുക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കാൻ എൻ്റെ പ്രിയ അധ്യാപകർക്കും അവർക്ക് രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള കർമ്മശേഷിയുള്ള ദിനങ്ങൾ ഞാൻ ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗാന്ധി ജയന്തിയുടെ ആശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am, for your words of wisdom. Here, I welcome respected Sri Hensur for Gandhi Jayanti message. So please. സ്കൂൾ മാനേജർ പ്രിയ ബഹുമാനപ്പെട്ട ബോസ് മാത്യുച്ച, സ്കൂൾ പ്രിൻസിപ്പൽ ബഹുമാനിയായ ശ്രീ സന്തോഷ് മാം, സ്കൂൾ വൈസ് ചെയർമാൻ ആദരണീയനായ കെ മാത്യു സാർ, പ്രിയ അധ്യാപകരെ, മുഖ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ആദ്യം തന്നെ ഗാന്ധി ജയന്തിയുടെ
ലോകത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിക്കുവാൻ ഇടയില്ല. അത് മറ്റാരെയും പറ്റിയല്ല, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ പറ്റിയാണ്. കാരണം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിത ശൈലിയും നിഷ്പക്ഷവും ആത്മാർത്ഥത നിറഞ്ഞതും സത്യസന്ധതയുമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അതിന് ഉള്ള ഉത്തമ ഉദാഹരണമാണ്. നമുക്കറിയാം, ഇന്ന് പത്രത്തിൽ കണ്ടു, പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിന് സഹപാഠിയുടെ കഴുത്തറുത്ത് ഒരു വിദ്യാർത്ഥി ഒരാളെ കൊലപ്പെടുത്തി. പണത്തിന് വേണ്ടി മറ്റുള്ളവരെ ഏത് തരത്തിൽ പറ്റിക്കുവാൻ തയ്യാറായിട്ടുള്ള ഒരു സമൂഹം, ഏത് വ്യാജ പ്രചരണത്തിലൂടെ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയാണെങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്നും ധനവും സുഖലോലുപതയും നേടിയെടുക്കാനായി ഇന്നത്തെ ആൾക്കാർ കാണിക്കുന്ന വ്യക്തിഗത, ഇതിനെല്ലാമുള്ള ഉത്തമ മറുപടിയാണ് ഗാന്ധിയൻ ആശയങ്ങളും ഗാന്ധിജിയുടെ ജീവിതവും. കാരണം വളരെ ഉന്നതമായ വിദ്യാഭ്യാസത്തിൽ നിന്നും ഉന്നതമായ ഒരു ജോലിയിലേക്ക് കടന്നു ചെന്ന സൗത്ത് ആഫ്രിക്കയിൽ കണ്ട വംശീയമായ അതിക്രമങ്ങളിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. ഇവിടെ നിന്ന് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം, വൈദേശിക ശക്തികളിൽ നിന്നും തൻ്റെ അഹിംസ എന്ന ഒറ്റ മാർഗത്തിലൂടെ അദ്ദേഹം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു വിദ്യാർത്ഥിയോടോ അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളോടോ ചോദിക്കുകയാണ്, നിഷ്പക്ഷമായ അഹിംസയോടുകൂടിയ ഒരു പ്രവർത്തനത്തോടുകൂടി നമുക്ക് നന്മ നേരിടാനാകുമോ എന്ന് നമ്മളൊരു ആൾക്കാർ, ഒരു വിഭാഗം, ഒരു ഗ്രൂപ്പിനോട് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷവും പറയും നമുക്ക് സാധിക്കില്ല, നമ്മൾ നമ്മുടേതായ ബലം കാണിക്കണം, നമ്മളത് പ്രതികരിക്കണം, നമ്മൾ പ്രതിഷേധിക്കണം എന്ന് പറയും. എന്നാൽ ഇതൊന്നും തന്നെ ഇല്ലാതെ പരിപൂർണമായും അഹിംസയിലൂടെയും സത്യത്തിലൂടെയും ഇത്ര വൻ സാമ്രാജ്യ ശക്തിയെ തളർത്തുവാനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുവാനും അദ്ദേഹത്തിന് നേതൃസ്ഥാനം വഹിക്കാൻ കഴിഞ്ഞു എന്നത് നമുക്ക് ഏവർക്കും ചിന്തിക്കേണ്ട തന്നെ ഒരു വിഷയമാണ്. ഇന്ന് കാലങ്ങളിൽ കണ്ടുവരുന്നത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിക്ക് ശേഷം അന്ന് ഇതേപോലെയുള്ള പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും പരിപാടികളും എല്ലാം സംഘടിപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ അന്ന് എന്തെങ്കിലും സേവനവാരമുണ്ട്, നമ്മൾ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് നമ്മൾ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു. പക്ഷെ അതിനുശേഷമുള്ള ദൈനംദിന ജീവിതത്തിൽ ഗാന്ധിയൻ ആശയങ്ങൾ നമ്മൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ജസ്റ്റ് നാളെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചിന്തിക്കുകയാണ്, ഇന്നൊരു കാര്യത്തിൽ ഇത്തരത്തിൽ നമ്മൾ ഇന്നലെ പ്രസംഗിച്ചതുപോലെ കേട്ടതുപോലെയുള്ള എന്ത് തീരുമാനമാണ് ഞാൻ എടുത്തത്, അങ്ങനെ എന്ത് മാറ്റം വരുത്താൻ എനിക്ക് സാധിച്ചു എന്ന് ചിന്തിച്ചാൽ അത് ശരിക്കും ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. പണത്തിന് വേണ്ടിയുള്ള ഈ ഒരു ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ കാണുന്നതാണ് അദ്ദേഹം തൻ്റെ ലാളിത്യ ജീവിതം കൊണ്ട് നേടിയെടുത്ത ആത്മസംതൃപ്തിയിലൂടെയാണ് ഈ വിജയം നേടിയത്. തന്നെ ഇത്രയും കാലത്തെ ജീവിത കാലയളവിനിടയിൽ ഇത്രയും വലിയ നമുക്ക് പ്രതീക്ഷയ്ക്കും അപ്പുറത്തായിട്ടുള്ള കാര്യങ്ങൾ ഒരു സമൂഹത്തിനും ഒരു രാജ്യത്തിനും ഒരു ലോകത്തിനും തന്നെ കൊടുക്കുവാനായിട്ട് സാധിച്ച അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ നമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. അദ്ദേഹം പലയിടങ്ങളിലും പറയുന്നുണ്ട്, നിങ്ങൾ പറയുകയല്ല പ്രവർത്തിക്കുകയാണ്. പറയുന്നത് അതേപടി അത് പ്രവർത്തിക്കും. നമുക്ക് ഏവർക്കും സാധിക്കാതെ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ആശയങ്ങളുണ്ട്, നമുക്ക് ഏവർക്കും പ്രതീക്ഷകളുണ്ട്, പ്രത്യാശകളുണ്ട്. പക്ഷെ നമ്മുടെ നേരിട്ടുള്ള ജീവിതത്തിൽ ഇത് എത്രത്തോളം പാലിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഗാന്ധിജി തീർച്ചയായും ഒരു വെല്ലുവിളിയാണ്. ഗാന്ധിജി തീർച്ചയായും നമുക്കേവർക്കും മുമ്പിലുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. ചുറ്റും ഇരുട്ടാകുന്ന തിന്മ നിറഞ്ഞിരിക്കുമ്പോൾ ഈ ആശയങ്ങളെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ? ഗാന്ധി എന്ന വ്യക്തിയിലുപരി അദ്ദേഹം നൽകിയ ഈ മാതൃക നമുക്ക് എത്രത്തോളം പാലിക്കാൻ സാധിക്കും? ഈ ഒരു ചോദ്യം ഞാൻ മുമ്പോട്ട് വയ്ക്കുകയാണ്. എനിക്ക് നിങ്ങൾക്കും ഏവർക്കും ഇതൊരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. ഏവർക്കും ഗാന്ധി ജയന്തിയുടെ എല്ലാവിധമായ ആശംസകളും ഒന്നുകൂടെ ആശംസിക്കുന്നു. ജയ് ഹിന്ദ്. Thank you, sir, for your thoughtful message. Now, let's listen to Celine Johnson for Gandhi Jayanti message.
सभी माननीयों, आदरणीय प्रधान अध्यापिका, उपाध्यक्ष, शिक्षकगण और मेरे सभी प्यारे दोस्तों, आप सभी को नमस्कार। जैसे कि हम सभी जानते हैं कि हम यहाँ एक पावन सा प्यारा उत्सव मनाने के लिए जुड़े हैं, जो गांधी जयंती कहलाते हैं। भारत समेत दुनिया भर के कई देशों में 2 अक्टूबर को गांधी जयंती मनाती है। मोहनदास करमचंद गांधी का जन्मदिन 2 अक्टूबर 1869 में गुजरात के पोरबंदर में हुआ था। महात्मा गांधी जी का जन्मदिन मनाने के लिए हर साल 2 अक्टूबर को गांधी जयंती के रूप में मनाए जाते हैं। 2 अक्टूबर को लोग विश्व अहिंसा दिवस के रूप में भी मनाती हैं। भारत के राष्ट्रपिता जीवन पर हर पल अहिंसा के मार्ग चले और इनकी प्रचार किया। संयुक्त राष्ट्र महासभा ने अहिंसा दिवस के रूप में मनाने के लिए निश्चय किया। महात्मा गांधी ने हमारे देश के लिए जो किया वो कोई महात्मा सदियों में करता था। उन्होंने देश को आजादी दिलाई, इसलिए वो आज भी हमारे दिल में जीवित है। उनकी हर बात, हर काम जीवन प्रेरणा की संदेश है। आज तो पूरा देश धूमधाम से गांधी जयंती का पर्व मनाता है, पर इस साल कोरोना के कारण हालत अलग है। इस समय में सबसे बेहतर यही होगा कि हम सब गांधी जी को, इनके विचारों को संदेश के माध्यम से एक दूसरे से बांट दिया जाए। गांधी जी ने कहा कि काली मेरी शान है, सच्चाई मेरी कर्म है, हिंदुस्तान मेरी जान है। इस अवसर पर सबको मेरी और इस विद्यालय की हार्दिक गांधी जयंती शुभकामनाएं। धन्यवाद। Thank you, Salim. Now we have our splendid choir on stage to present Gandhi Bhajan.
वैष्णव जन तो तेरे कहिए जे पीड़ पराई जाने रे वन लोभी ने कपट रहित जे काम क्रोध निवार्या रे रण नर सैयो तेनु दर्शन करता कुल एको तेरा धार्या रे वैष्णव जन तो तेरे कहिए जे पीड़ पराई जाने रे पर दुखे उपकार करे तोए मन अभिमान लाने रे वैष्णव जन तो तेरे कहिए जे It was so melodious and soothing. Thank you all. Now, let's have a glimpse of Gandhian ideology by our little master, Ron Koji. महात्मा गांधी की जय 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 मैं करमचंद गांधी हूँ। मुझे भारत का राष्ट्रपिता भी कहते हैं क्योंकि मैंने भारत को अंग्रेजों के कब्जे से मुक्त कराया था। आजादी का लक्ष्य भारत को अंग्रेजों के कब्जे से मुक्त कराने का था, परंतु मैं क्या देख रहा था, आपको जिम्मेदारी से अपना कर्तव्य निभाना चाहिए। यह मेरे सपनों का भारत नहीं है। मैंने अपने देश के हर नागरिक को आत्मनिर्भर बनाने का सपना देखा था, परंतु हम छोटे बड़े तक हर चीज के लिए एक दूसरे पर आश्रय करते हैं। अगर आपको मुझे देखकर गांधी जी की याद आती है तो अभी से आज से अपना कर्तव्य पूरा कीजिए। धन्यवाद। Thank you, Rita. It's time to distribute Conservation Prize for the finalists in the Freedom Quiz conducted by Kollam Sahodia. I invite our beloved principal, Madam Susan Koshi, to give the prizes. I request Adityan Ji to come to the stage and receive the prize. Gautami Girish, please come on to the stage and receive the prize. Thank you, ma'am. I request all of you to raise up for the national anthem.
Thank you all and wish you a very happy Gandhi Jayanti. I request all of you to move to the open air auditorium for your refreshments. Thank you.